സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്ത് റെഡ് അലർട്ട്. ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി KSEB. ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണത്തിന് ചെലവഴിക്കേണ്ട ഫണ്ടിന്റെ പരിധി വർദ്ധിപ്പിക്കാത്തത് വിനയാകുന്നു. കൊടും ചൂടിലും സേവനങ്ങൾക്കായി എത്തുന്നവർക്ക് ദാഹമകറ്റാൻ കളക്ടറേറ്റിൽ സൗകര്യങ്ങളില്ല. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം. മുഖ്യമന്ത്രിയുമായി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് TA സുന്ദർമേനോൻ. ചേർപ്പ് മുത്തുവിളിയാലിൽ ജീപ്പും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ജീപ്പ് യാത്രക്കാരായ 2 പേർ മരിച്ചു. ബസ് യാത്രക്കാരായ 12 പേർക്ക് പരിക്ക്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണി അതിവേഗം പൂർത്തീകരിച്ച് റെയിൽവേ. 3 ദിവസത്തിനുള്ളിലാണ് 14 ഗർഡറുകൾ മാറ്റി പുതിയത് സ്ഥാപിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഡ്രൈവിംഗ് പരിഷ്കരണ ടെസ്റ്റിന് ഇളവുകളുമായി ഗതാഗത വകുപ്പ്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ രാവിലെ മുതൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച ജില്ലയിൽ താപനില 42 ഡിഗ്രി വരെ എത്തിയിരുന്നു. കനത്ത ചൂടിൽ ഡാമുകൾ ഉൾപ്പെടെ വരണ്ടു തുടങ്ങി. 80% കുറവാണ് ജില്ലയിൽ വേനൽ മഴയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് മേഖല തിരിച്ച് KSEB വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ശനിയാഴ്ച പുലർച്ചെ 2:30 മുതൽ കേരള തീരത്ത് റെഡ് അലർട്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ബീച്ചുകളിൽ ആളുകൾ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസ മുന്നറിയിപ്പിനെ തുടർന്ന് ചാവക്കാട് ബീച്ചിൽ 2 ദിവസത്തേക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ബോട്ടിംഗ് എന്നിവ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് DTPC അറിയിച്ചു. ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ പുനഃക്രമീകരണം വരുത്താൻ സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ നിർദ്ദേശം. രാവിലെ 8 മുതൽ 11 മണിവരെയും ഉച്ചതിരിഞ്ഞ് 4 മണി മുതൽ രാത്രി 8 മണിവരെയുമായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക. പുതിയ സമയക്രമീകരണം നടപ്പാക്കാൻ ജില്ലാ സപ്ലൈ ഓഫീസർമാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മീഷണർ നിർദ്ദേശിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണത്തിന് ചെലവഴിക്കേണ്ട ഫണ്ടിന്റെ പരിധി വർദ്ധിപ്പിക്കാത്തത് വിനയാകുന്നു. ജനങ്ങൾ കുടിവെള്ളക്ഷാമത്താൽ വലയുമ്പോൾ നിസ്സഹായരായി പഞ്ചായത്ത് അധികൃതർ. സർക്കാർ അനുമതി പ്രകാരമുള്ള ഫണ്ടിന്റെ പരിധി ആകാറായതോടെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും കുടിവെള്ള വിതരണം തുടരാനാകുമോ എന്ന ആശങ്കയിലാണ്. ചാടൂർ പഞ്ചായത്തിന് ടാങ്കർ ലോറികളിലൂടെയുള്ള കുടിവെള്ള വിതരണത്തിന് 12 ലക്ഷം രൂപ ചെലവഴിക്കുവാനാണ് അനുമതിയുള്ളത്. ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം നടത്തുന്ന ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഏപ്രിൽ കഴിഞ്ഞതോടെ 11 ലക്ഷം രൂപ ചെലവായി കഴിഞ്ഞു. കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമാകുന്ന മെയ് മാസത്തിൽ കുടിവെള്ള വിതരണത്തിന് എങ്ങനെ ഫണ്ട് കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് പഞ്ചായത്ത് അധികൃതർ. കഴിഞ്ഞ വർഷം ഭരണസമിതി തീരുമാനപ്രകാരം 3 ലക്ഷം രൂപ അധികം ചെലവഴിച്ചാണ് കുടിവെള്ള വിതരണം തുടർന്നത്. ആ തുകയ്ക്ക് ഇതുവരെയും സർക്കാർ അനുമതി കിട്ടിയിട്ടില്ലെന്നാണ് ലഭ്യമായ വിവരം. സമാനമായ സാഹചര്യമാണ് ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളിലും നിലനിൽക്കുന്നത്. കുടിവെള്ള വിതരണത്തിന് ചെലവഴിക്കുവാനുള്ള ഫണ്ട് പരിധി കാലാനുസൃതമായി ഉയർത്തിയില്ലെങ്കിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തികഞ്ഞ പരാജയമാകുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കുടിവെള്ളക്ഷാമത്തിൽ വലഞ്ഞ് പുത്തൂർ പഞ്ചായത്തിലെ ജനങ്ങൾ. ഒട്ടുമിക്ക വീടുകളിലെ കിണറുകളും വറ്റിവരണ്ടു. പുത്തൂർ പഞ്ചായത്തിലെ 23 വാർഡുകളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. പുത്തൂർ പുഴയിലെ വെള്ളം വറ്റി തുടങ്ങിയതാണ് സ്ഥിതി രൂക്ഷമാക്കിയത്. പുഴയിലെ വെള്ളം താഴ്ന്നതോടെ ഇതിനെ ആശ്രയിച്ചിരുന്ന കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനവും നിലച്ച മട്ടാണ്. പുഴയിൽ ഇപ്പോഴുള്ള വെള്ളത്തിൽ നിറയെ മാലിന്യങ്ങൾ അടിഞ്ഞുകിടക്കുന്നതിനാൽ വെള്ളം ഉപയോഗിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടതോടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലേക്കും വാഹനത്തിൽ വെള്ളം എത്തിക്കുന്നുണ്ട്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി എത്തിക്കുന്ന കുടിവെള്ളം ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് വഴി സൗകര്യമില്ലാത്തതിനാൽ ലഭിക്കുന്നുമില്ല. 12 ലക്ഷത്തോളം രൂപയാണ് പഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിനായി ചെലവഴിച്ചത്. അതേസമയം കൂടുതൽ തുക ചെലവഴിച്ചാൽ മാത്രമേ കുടിവെള്ള വിതരണം നടത്താൻ കഴിയൂ. ഇതിനായി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. 600 മുതൽ 750 രൂപ വരെ മുടക്കിയാണ് പലരും ഇപ്പോൾ കുടിവെള്ളം വാങ്ങുന്നത്. വരും ദിവസങ്ങളിലും ചൂട് തുടരുന്നതിനാൽ കുടിവെള്ളക്ഷാമം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
TCV ന്യൂസ്, തൃശൂർ. കുടിവെള്ളം കിട്ടാക്കനിയായി തൃശൂർ കളക്ട്രേറ്റ്. കൊടും ചൂടിലും സേവനങ്ങൾക്കായി എത്തുന്നവർക്ക് ദാഹമകറ്റാൻ സംവിധാനം ഒരുക്കാത്തത് ജനത്തെ വലയ്ക്കുന്നു. ഉഷ്ണതരംഗത്തിൽ കേരളം ചുട്ടുപൊള്ളുകയാണ്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ വെള്ളം ധാരാളമായി കുടിക്കണമെന്നതടക്കമുള്ള മുന്നറിയിപ്പ് ദിനംപ്രതി ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് നൽകി വരികയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഈ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്ന ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്ന തൃശൂർ കളക്ട്രേറ്റിന്റെ അവസ്ഥ പരിശോധിച്ചാൽ ദയനീയമാണ്. കളക്ട്രേറ്റിന് പുറമെ ട്രഷറി, കോടതി, RTO ഓഫീസ്, ലോട്ടറി ഓഫീസ് ഇങ്ങനെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാകുന്നതും ധാരാളം പൊതുജനങ്ങൾ നിത്യേന വന്നുപോകുന്നതുമായ നിരവധിയാർന്ന ഓഫീസുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ കടുത്ത ചൂടിൽ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവർക്ക് ദാഹം ശമിപ്പിക്കാൻ നിവർത്തിയില്ല. ബഹുനില സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ ഒരിറ്റു കുടിനീരിനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കാമെന്നത് മാത്രം മിച്ചം. ജനക്ഷേമ സേവനങ്ങൾ ഉറപ്പാക്കേണ്ട ഭരണസിരാ കേന്ദ്രത്തിലാണ് ജനത്തിന് ഈ ദുർവിധി എന്നത് ഏറെ നിരാശാജനകമാണ്. കയ്യിൽ കരുതിയ ദാഹജലം കഴിയുകയും അതിനുശേഷം കുടിവെള്ളം അന്വേഷിച്ചപ്പോൾ അവിടെ എവിടെയും ഇല്ലെന്നാണ് പറഞ്ഞത്. ആ ഫ്ലോറിൽ തന്നെ പൊതുവായിട്ട് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിച്ചു, പക്ഷേ എവിടെയും കണ്ടെത്തിയില്ല. നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ പൊതുവായിട്ടുള്ള കുടിവെള്ളം കിട്ടുന്ന സ്ഥലം അറിയില്ല, നിങ്ങൾ കയ്യിൽ പോയാൽ കിട്ടുമെന്ന് പറഞ്ഞു. 1-2 സ്ഥലത്ത് ഉപയോഗശൂന്യമായ പൊതു ടാപ്പുകൾ കണ്ടെത്താനല്ലാതെ വേറെ ഒന്നും കഴിഞ്ഞില്ല. ഒന്ന് പരതിയാൽ പലയിടങ്ങളിലും കുടിവെള്ളത്തിനുള്ള ടാപ്പുകളും വാട്ടർ പ്യൂരിഫയറുകളും കണ്ടെത്താൻ കഴിയുമെങ്കിലും എല്ലാം പ്രവർത്തനരഹിതമാണ്. ഇതുമൂലം ക്യാൻറ്റീനെയോ പുറത്തുള്ള കടകളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സന്ദർശകർ. ഇത്രയും ഓഫീസുകൾ പ്രവർത്തിക്കുകയും കൂടാതെ പൊതുജനങ്ങൾ പല കാര്യങ്ങൾക്ക് കയറി ഇറങ്ങുന്ന ഈ സമുച്ചയത്തിൽ ചുരുങ്ങിയതൊരു 6 പൊതു ടാപ്പുകൾ കുടിവെള്ളത്തിന് വേണ്ടി ഒരുക്കേണ്ടതാണെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കളക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഓഫീസുകളിൽ എത്തുന്നവർക്ക് അതാത് ഇടങ്ങളിൽ കുടിവെള്ളം ഒരുക്കിയാൽ തീരുന്ന പ്രശ്നമേ നിലവിലുള്ളൂ. അതിന് ഇനിയെങ്കിലും അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. TCV, തൃശൂർ. തൃശൂർ പൂരത്തിനുണ്ടായ പ്രതിസന്ധി മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് തിരുവമ്പാടി ദേവസ്വം. തൃശൂരിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ നേരിട്ടെത്തിയാണ് പ്രതിസന്ധി കാര്യങ്ങൾ അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തൃശൂർ പൂരം നടത്തിപ്പിന് പരിമിതി ഉണ്ടായതായും വരും വർഷങ്ങളിൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ തൃശൂർ പൂരം ഭംഗിയായി നടത്തുവാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ, വിജയ് മേനോൻ എന്നിവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിക്ക് തൃശൂർ പൂരത്തിന്റെ ഫോട്ടോ ഭാരവാഹികൾ സമ്മാനിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് TA സുന്ദർമേനോൻ TCVയോട് പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോയി കാണുകയുണ്ടായി. ഈ പ്രാവശ്യത്തെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ചിട്ടാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഇപ്പോൾ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് സർക്കാരിന് ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. മാത്രമല്ല, വരും വർഷങ്ങളിൽ തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന വിധത്തിൽ നടത്താവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങളത് വളരെ സ്വാഗതം ചെയ്യുന്നു. ചേർപ്പ് മുത്തുള്ളിയാൽ ഗ്ലോബൽ സ്കൂളിന് സമീപം ജീപ്പും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു. ജീപ്പ് യാത്രക്കാരായ അങ്കമാലി മഞ്ഞപ്ര സ്വദേശി 44 വയസ്സുള്ള ബിജു ദേവസി, ഇതര സംസ്ഥാന തൊഴിലാളി 28 വയസ്സുള്ള സന്തോഷ് പ്രധാൻ എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ജീപ്പ് ഇടിക്കുകയായിരുന്നു. ജീപ്പിന്റെ ഉള്ളിൽ അകപ്പെട്ട ഇരുവരെയും നാട്ടുകാരും പോലീസും ചേർന്ന് ജീപ്പിന്റെ ഒരു വശം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. പരിക്കേറ്റ ബസ് യാത്രക്കാരായ 12 പേരെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് തൃശൂർ തൃപ്രയാർ റോഡിലെ വാഹനഗതാഗതം തടസ്സപ്പെട്ടു. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തൃശൂരിനെയും ഷൊർണൂരിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണി പൂർത്തീകരിച്ച് റെയിൽവേ. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഭാരതപ്പുഴയ്ക്ക് സമീപം എത്തിച്ചത്. ഭാരതപ്പുഴയിൽ കല്ലും മണ്ണും ഉപയോഗിച്ച് താൽക്കാലിക റോഡ് പണിയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് ഗർഡറുകൾ മാറ്റുന്ന പണി തുടങ്ങിയത്. ഇടവിട്ടുള്ള ദിവസങ്ങളിൽ
പുലർച്ചെ 4 മണി മുതൽ രാവിലെ 8 മണി വരെയാണ് പണികൾ നടന്നിരുന്നത്. രാജസ്ഥാൻ ആസ്ഥാനമായ സ്വകാര്യ കരാർ കമ്പനിയാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന പണി ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. 4 ദിവസങ്ങളിലായി 4 മണിക്കൂർ വീതം റെയിൽവേ ഗതാഗതം നിർത്തിവെച്ച് കമ്പനിക്ക് ഗർഡറുകൾ മാറ്റിവെക്കാൻ സൗകര്യം നൽകിയിരുന്നു. 3 ദിവസത്തിനുള്ളിൽ 13 തൂണുകളിലായി 14 ഗർഡറുകളാണ് മാറ്റി പുതിയത് സ്ഥാപിച്ചത്. സമീപത്തെ പാലത്തിൻ്റെ മുകളിലെ ഗർഡറുകൾ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. ഇതിനു വേണ്ടിയുള്ള ഗർഡറുകളുടെ നിർമ്മാണം റെയിൽവേയുടെ തമിഴ്നാട്ടിലെ ആർക്കോണം പ്ലാന്റിൽ നടന്നുവരികയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ 2ാമത്തെ പാലത്തിൻ്റെയും ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, ചേലക്കര. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. നിലവിലെ സാഹചര്യത്തിൽ ഗതാഗത കമ്മീഷണറുടെ പരിഷ്കരിച്ച ഉത്തരവുമായി മുന്നോട്ടു പോകാൻ മറ്റ് തടസ്സങ്ങളില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിന്റെ പരിഷ്കരണം നടത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതിയില്ലെന്നുമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വാദം. എന്നാൽ നിയമത്തിന് അകത്തുനിന്നുകൊണ്ട് സർക്കാരിന് അനുവദനീയമായ പരിഷ്കരണങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ ധരിപ്പിച്ചത്. അതേസമയം കൂടുതൽ ഇളവുകളും മോട്ടോർ വാഹന വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിദിന ലൈസൻസ് 40 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസവും വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാൻ 3 മാസവും സാവകാശം നൽകും. ഇത് സംബന്ധിച്ച് കരട് റിപ്പോർട്ടിന് ഗതാഗത വകുപ്പ് മന്ത്രി അംഗീകാരം നൽകി. സർക്കുലർ ശനിയാഴ്ച ഇറങ്ങും. അതേസമയം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തുന്ന സമരം 2ാം ദിവസവും തുടർന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലെ പരിശോധനയിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വിട്ടുനിന്നു. സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരത്തിന് പെപ്പിൻ ജോർജ്, ശശി പ്രകാശ്, ജയശങ്കർ, ED ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തരിച്ച പ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ മങ്ങാട് K. നടേശൻ ഇനി ഓർമ്മ. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. കഴിഞ്ഞ ദിവസം രാത്രി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ചെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ അടക്കമുള്ള ഗുരുനാഥന്മാരിൽ നിന്ന് സംഗീതം അഭ്യസിച്ചു. കൊല്ലം മങ്ങാട് സ്വദേശിയാണ്. ആകാശവാണിയിൽ ജോലി ലഭിച്ചതോടെയാണ് തൃശൂരിൽ താമസമാക്കിയത്. ആകാശവാണിയുടെ ദേശീയ സംഗീത പരിപാടിയിലടക്കം കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. 2016 സംസ്ഥാന സർക്കാർ സ്വാതി സംഗീത പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. LDF നേതൃത്വം കൊടുക്കുന്ന തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതി കുറെ കാലമായി അഴിമതി നടത്തുകയെന്നതിൽ കവിഞ്ഞ് ജനോപകാരപ്രദമായ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. കുരിയച്ചിറ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ശോചനീയാവസ്ഥ മൂലം ഈച്ചശല്യം കൊണ്ട് ജനജീവിതം ദുസ്സഹമായതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്ലാന്റിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യവും സംസ്കരണവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും ഭരണസമിതി 100% പരാജയമാണ്. പ്ലാന്റിന്റെ ശോചനീയാവസ്ഥ മൂലം പ്രദേശവാസികൾ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഗതികേടിലായതു തന്നെ ഭരണസമിതിയുടെ പിടിപ്പുകേടാണ്. കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം കൊടുക്കേണ്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കുറെ കാലമായി ED ഓഫീസിലാണ് താമസമെന്നും കൌൺസിലർമാരും ED ഓഫീസ് കയറിയിറങ്ങുകയാണെന്നും ജോസ് വള്ളൂർ കുറ്റപ്പെടുത്തി. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, മുൻ മേയർ IV പോൾ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ സൂചിപ്പിച്ചില്ലേ 4 കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയി എന്ന് പറയുന്നത്. പുതിയച്ചിറ പോലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ തൃശൂർ ടൗണിന്റെ ഹൃദയഭാഗമാണ്. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൂറ്റൻ പാറകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടുവീണ സംഭവത്തിൽ ജിയോളജി വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മണ്ണെടുപ്പ് തടയണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ജിയോളജി വകുപ്പിന്റെ വാഹനത്തിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസമാണ് മണ്ണെടുപ്പ് നടത്തുന്ന പള്ളിപ്പാടം കുന്നിൽ നിന്ന് ഭീമൻ പാറകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടുവീണത്. കുത്തനെയുള്ള കുന്നിൻ ചെരുവിലൂടെ ഉരുണ്ടുവന്ന പാറകൾ വീടുകൾക്ക് സമീപമുള്ള പറമ്പിലെ റബ്ബർ മരങ്ങളിൽ തട്ടിത്തടഞ്ഞു നിൽക്കുകയായിരുന്നു. തോട്ടത്തിൽ ആടിനെ നോക്കിയിരുന്ന പ്രദേശവാസി ഓടി മാറിയതിനാൽ ആളപായമുണ്ടായില്ല. പാറകൾ സമീപത്തുള്ള വീടുകൾക്ക് മുകളിലേക്ക് പതിക്കാതിരുന്നതും വലിയ ദുരന്തമൊഴിവായി. കുന്നിൻ ചെരുവിൽ 200ഓളം വീടുകളും 300ഓളം കുട്ടികൾ പഠിക്കുന്ന മദ്രസയുമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മണ്ണെടുപ്പ് തടഞ്ഞു. തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് T. സുഹറ മണ്ണെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടത്തുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജിയോളജി വകുപ്പ് പരിശോധനയ്ക്ക് എത്തിയത്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമാണ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നത്.
മണ്ണെടുക്കുന്ന കുന്നിൽ നിന്ന് ശക്തമായ വേനലിലും വെള്ളം പുറത്തേക്കൊഴുകുന്നത് നാട്ടുകാർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് മഴക്കാലത്ത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സൂചനയാണെന്ന് നാട്ടുകാർ അറിയിച്ചു. നാട്ടുകാരുടെ പരാതി ബോധ്യപ്പെട്ട ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവ് നൽകി. മണ്ണെടുപ്പ് തടയണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം UDF പഞ്ചായത്ത് മെമ്പർമാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചാലക്കുടി കാഞ്ഞിരപ്പള്ളിയിൽ സുഹൃത്തിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി മണിയാടൻ വീട്ടിൽ ശരത്താണ് അറസ്റ്റിലായത്. ഇയാളുടെ സുഹൃത്ത് കൊല്ലംപറമ്പിൽ വീട്ടിൽ മഹേഷിനെയാണ് പ്രതി മാരകമായി മർദ്ദിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 22-ാം തീയതി രാത്രിയിലായിരുന്നു സംഭവം. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിലെത്തിയത്. മാരകമായി മർദ്ദിക്കുകയും നിലത്ത് വീണ മഹേഷിനെ വയറിലും മറ്റും ചവിട്ടിയതായും പോലീസ് പറഞ്ഞു. അതീവ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മഹേഷ്. കാട്ടൂരിൽ വ്യാപാരിയെ യുവാവ് കടയിൽ കയറി ആക്രമിച്ചതായി പരാതി. പിരിവ് നൽകാത്തതിനെ തുടർന്നാണ് ആക്രമണം. വ്യാപാരി വ്യവസായ സമിതി കാട്ടൂർ പഞ്ചായത്ത് സെക്രട്ടറിയും എടത്തിരുത്തി സ്വദേശിയുമായ തണ്ടാശ്ശേരി സലീഷിനെയാണ് ആക്രമിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയായ MS ജാഫർ ഖാനാണ് കടയിൽ കയറി മർദ്ദിച്ചതെന്നാണ് പരാതി. തലയ്ക്ക് പരിക്കേറ്റ സലീഷിനെ കാട്ടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസങ്ങളിലായി കാട്ടൂരിലെ നിരവധി കടകളിൽ കയറി പിരിവ് നടത്തുകയും പിരിവ് നൽകാത്ത വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുന്നതായും വ്യാപാരികൾ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. അങ്ങനെ അവൻ എന്താണെന്ന് വെച്ചാൽ ഒരു മാരകായുധം എന്തോ കൊണ്ട് ആദ്യം തലക്കടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ നിലത്തിരിക്കുന്ന ബ്രിക്സ് ഉണ്ട്, അതുകൊണ്ട് ഈ രണ്ട് ഇതും തലപിടിക്കുകയും ചെയ്തു. കയ്പമംഗലത്ത് വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ജനതാ സ്റ്റോഴ്സ്, മിൻസ ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ജനതാ സ്റ്റോഴ്സിൽ നിന്ന് 20ഓളം പാക്കറ്റ് സിഗരറ്റും പണവും ഹോട്ടലിൽ നിന്ന് 2000 രൂപയോളവും നഷ്ടപ്പെട്ടു. ഹോട്ടൽ തുറക്കാനെത്തിയപ്പോഴാണ് രണ്ടിടത്ത് മോഷണം നടന്ന വിവരം അറിയുന്നത്. ജനതാ സ്റ്റോഴ്സിന്റെ മുൻഭാഗത്തെ ഇരുമ്പ് ഷീറ്റ് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജില്ലയുടെ തീരമേഖല കേന്ദ്രീകരിച്ച് വ്യാപക മോഷണങ്ങളാണ് സമീപകാലത്തായി റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കൊടുങ്ങല്ലൂരും ഗുരുവായൂരും നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. തുടർച്ചയായുള്ള മോഷണങ്ങൾ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. വിവാഹം കഴിഞ്ഞ് 11ാം നാൾ യുവതി വയറുവേദനയെ തുടർന്ന് മരിച്ചു. പെരുമ്പിലാവ് കോളനിയിൽ വട്ടേക്കാട്ട് ലിജിത്തിന്റെ ഭാര്യയും നാട്ടിക അറക്കൽ വീട്ടിൽ പരേതനായ ചന്ദ്രന്റെ മകളുമായ 38 വയസ്സുള്ള ധനിതയാണ് മരിച്ചത്. ഏപ്രിൽ 21ാം തീയതിയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മരിച്ചത്. ധനിത വാടാനപ്പള്ളിയിലെ സെൻട്രൽ ലാബിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. ഭർത്താവ് ലിജിത്ത് വിദേശത്താണ്. മഹാകവി കുമാരനാശാന്റെ ചിന്താവിഷ്ടിയായ സീതയിലെ വികാരനിർഭരമായൊരു സന്ദർഭത്തിന് മോഹിനിയാട്ടത്തിലൂടെ രംഗാവിഷ്കാരമൊരുങ്ങുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ഭാരതീയ നാട്യകലകളിലൂടെ അവതരിപ്പിക്കുന്ന ദൈവദശകം കൂട്ടായ്മയുടെ എൻ്റെ ഗുരു പദ്ധതിയുടെ ഭാഗമായാണ് മോഹിനിയാട്ടം ആവിഷ്കാരമൊരുങ്ങുന്നത്. മോഹിനിയാട്ട കച്ചേരിയിൽ നൃത്തത്തിനും നൃത്യത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള വർണ്ണത്തിലാണ് 20 മിനിറ്റോളം ദൈർഘ്യമുള്ള നൃത്താവിഷ്കാരത്തിലൂടെ ചിന്താവിഷ്ടയായ സീത കലാസ്വാദകരിലേക്ക് എത്തുന്നത്. കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിലെ 44 മുതൽ 55 വരെ ശ്ലോകങ്ങളിലെ കഥാസന്ദർഭമാണ് നൃത്താവിഷ്കാരത്തിൻ്റെ പ്രമേയം. തന്നോടൊപ്പം വാൽമീകി ആശ്രമത്തിൽ കഴിയുന്ന ലവകുശന്മാരെ ശ്രീരാമരാജധാനിയിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലുള്ള സീതയുടെ വികാര വിചാരങ്ങൾക്കാണ് മോഹിനിയാട്ടത്തിലൂടെ പുതിയ രംഗഭാഷ്യം ചമയ്ക്കുന്നത്. സീതാദേവിയുടെ കുറ്റബോധവും അന്ന് ശ്രീ ലക്ഷ്മണൻ പറഞ്ഞത് കേൾക്കാതെ ഞാൻ ചെയ്തതിനുള്ള ഒരു ഇതാണല്ലോ എനിക്ക് ഇന്ന് ഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ വിഷമവും കാണിക്കുന്ന ഒരു സന്ദർഭമാണ് ഇതിലേക്ക് ഞാൻ മോഹിനിയാട്ടം വർണ്ണത്തിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. സഞ്ചാരി ഭാവം അവിടെയാണ്. പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ ഞാൻ ചെയ്തതിൻ്റെ ഒരു അപരാധം ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് ജാനകിമാർ അങ്ങനെയുണ്ട്. അതൊന്നും ഭവിക്കാതിരിക്കട്ടെ ലോകത്തേക്ക് എന്നുള്ളൊരു മെസ്സേജാണ് ഇതിൽ കൊടുക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും
സംസ്ഥാനത്തിന് പുറത്തുനിന്നുമുള്ള 20ഓളം മോഹിനിയാട്ടം അധ്യാപകരായ കലാകാരികളും കലാകാരന്മാരുമാണ് പരിശീലനം നേടുന്നത്. പരിശീലനം പൂർത്തിയായാൽ ആദ്യ അവതരണത്തിന് ശേഷം ഇവർ പരിശീലിപ്പിക്കുന്ന നൃത്തസംഘങ്ങൾ കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ വേദികളിൽ ചിന്താവിഷ്ടയായ സീത അവതരിപ്പിക്കും. കലാമണ്ഡലം ഗണേശൻ രചിച്ച് കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാർ സംവിധാനം നിർവഹിക്കുന്ന ഈ മോഹിനിയാട്ട നൃത്താവിഷ്കാരത്തിന് ഡോക്ടർ തൃശൂർ കൃഷ്ണകുമാറാണ് സംഗീതം നൽകുന്നത്. കൾച്ചറൽ ഡെസ്ക് TCV. താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം ഗുരുവായൂരിൽ വിവാഹിതയായി. പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷാണ് വരൻ. രാവിലെ 6 മണിയോടെ ഗുരുവായൂരിലെത്തിയ വിവാഹ സംഘം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിന്ന് കാൽനടയായാണ് ക്ഷേത്രനടയിലേക്ക് എത്തിയത്. ഉഷപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷം 1ാമത്തെ കല്യാണ മണ്ഡപത്തിലായിരുന്നു താലികെട്ട്. തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരം ജയറാം മകളെ മടിയിലിരുത്തിയ ശേഷമാണ് വരൻ താലികെട്ടിയത്. തുടർന്ന് മകളുടെ കൈപിടിച്ചു നൽകി. ജയറാം പാർവതി ദമ്പതികളുടെ മകനും നടനുമായ കാളിദാസ്, നടനും BJP നേതാവുമായ സുരേഷ് ഗോപി, ഭാര്യ രാധിക എന്നിവരും അടുത്ത ബന്ധുക്കളും മാത്രമാണ് താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്തത്. ആരാധകരുടെ തിരക്ക് കാരണം പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. തുടർന്ന് തൃശൂരിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് നവനീത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരള സംഗീത നാടക അക്കാദമി കലാകാരന്മാർക്ക് നൽകിയിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ വെട്ടിക്കുറച്ച തീരുമാനം പിൻവലിക്കണമെന്ന് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം വരെ നൽകിയിരുന്ന 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് 1 ലക്ഷം രൂപയായി കുറച്ചത്. 1200ഓളം പേർക്ക് ലഭിച്ചിരുന്ന പരിരക്ഷയിൽ നിന്ന് യാതൊരു കാരണവും കാണിക്കാതെ 400ഓളം കലാകാരന്മാരെ ഒഴിവാക്കിയ നടപടിയും പ്രതിഷേധാർഹമാണെന്ന് KC ജോസഫ് പറഞ്ഞു. കലയെയും പാവപ്പെട്ട കലാകാരന്മാരെയും സംരക്ഷിക്കുന്നതിനുള്ള നാമമാത്രമായ സഹായങ്ങൾ പോലും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാതാക്കുന്നത് ഒഴിവാക്കണമെന്നും ഇക്കാര്യത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി അടിയന്തരമായി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും മുൻമന്ത്രി ആവശ്യപ്പെട്ടു. ജില്ലയിലെ കള്ളുചെത്ത് വ്യവസായത്തെ തകർക്കാൻ വ്യാജ അരിഷ്ട നിർമ്മാതാക്കളുമായി ചേർന്ന് എക്സൈസ് വകുപ്പ് ഗൂഢാലോചന നടത്തിയതായി ആരോപണം. AITUC, INTUC, BMS നേതൃത്വത്തിലുള്ള ചെത്ത് മദ്യ വ്യവസായ തൊഴിലാളി യൂണിയനുകളാണ് എക്സൈസ് വകുപ്പിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. കള്ളുഷാപ്പുകൾക്ക് സമീപം ലൈസൻസ് ഇല്ലാത്ത അരിഷ്ട വിൽപ്പന വ്യാപാരം വ്യാപകമാണെന്നും ഇതിനെതിരെ വകുപ്പ് നടപടി സ്വീകരിക്കാതെ കമ്പനിയെ സഹായിക്കുകയാണെന്നും യൂണിയൻ ആക്ഷേപമുന്നയിച്ചു. എക്സൈസ് വകുപ്പിന്റെ കണക്കിലുള്ള അരിഷ്ട വിൽപ്പന സ്ഥാപനങ്ങൾക്ക് SP7 സർട്ടിഫിക്കറ്റ് ഇല്ല. കൂടാതെ കണക്കിലില്ലാത്ത നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കുറഞ്ഞ വിലയിൽ ലഹരി കൂടിയവയാണ് അരിഷ്ടത്തിന്റെ പേരിൽ വിൽക്കുന്നതെന്നും തൊഴിലാളി യൂണിയനുകൾ ആരോപിക്കുന്നു. യൂണിയൻ നേതാക്കളായ AV ഉണ്ണികൃഷ്ണൻ, ദിലീപ് പരമേശ്വരൻ, TK രാജൻ, AR സതീശൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അബുദാബിയിൽ കാണാതായ ചാവക്കാട് ഒരുമനിയൂർ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരുമനിയൂർ കിണറിന് പടിഞ്ഞാറേ വശം കാളത്ത് സലീമിന്റെ മകൻ ഷമീൽ 28 വയസ്സാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ് ഷമീലിനെ കാണാതായത്. അബുദാബി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. INTUC സ്ഥാപക ദിനം ആചരിച്ചു. INTUC തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി പതാക ഉയർത്തി. INTUC സ്ഥാപക സംസ്ഥാന നിർവാഹക സമിതി അംഗം ആന്റണി, ജില്ലാ ഭാരവാഹികളായ BA ഷംസുദ്ദീൻ, KN നാരായണൻ, AT ജോസ്, ജോൺസൺ ആവോക്കാരൻ, PG സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗക്ഷേമ സഭ തൃശൂർ ജില്ലാ വനിതാ സഭയുടെ നേതൃത്വത്തിൽ ശ്രീശങ്കര ജയന്തി സമുചിതമായി ആഘോഷിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഞ്ജലി വേണാട് ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ സഭ പ്രസിഡന്റ് പാർവതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വനിതാ സഭ സെക്രട്ടറി ഗിരിജ എടമന, ജോയിന്റ് സെക്രട്ടറി സുധ ആനന്ദ ശർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കഥകളി ക്ലബിന്റെ 59-ാം വാർഷികത്തോടനുബന്ധിച്ച് T കൃഷ്ണൻകുട്ടി മേനോൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കലാനിരൂപകൻ സജനീവ് ഇത്തിത്താനം ഉദ്ഘാടനം ചെയ്തു. കഥകളി ക്ലബ് രക്ഷാധികാരി അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് OM രവി അനുസ്മരണ പ്രഭാഷണം നടത്തി. KM അനൂപ്, KK ബാബു, നന്ദകുമാർ ആലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയട്ടെ. കഥകളിയിലെ താളങ്ങളും പാരമ്പര്യ താളപദ്ധതികളും എന്നുള്ള വിഷയം ഇപ്പോൾ കൃഷ്ണമാഷിനെ പോലുള്ളവർ കഥകളി ക്ലബ്ബ് നടത്തി വരുന്നുണ്ട്. ഇന്ന് ഈ പ്രഭാഷണം നടത്തുന്നതിനായി
കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മേൽപ്പാലം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരു അറിയിപ്പും ലഭിക്കാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള രീതിയിൽ തന്നെ റോഡ് നിർമ്മിക്കുമെന്ന് ദേശീയപാത ലൈസൺ ഓഫീസർ അറിയിച്ചു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദേശീയപാത അധികൃതരുടെയും കരാറുകാരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ലൈസൺ ഓഫീസർ നിലപാട് അറിയിച്ചത്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി യാത്ര കാര്യക്ഷമമാക്കുന്നതിന് മെയ് 15 ബൈപ്പാസിൽ സർവീസ് റോഡുകൾ തുറന്നുകൊടുക്കുവാൻ യോഗത്തിൽ ധാരണയായി. ഈ മാസം അവസാനത്തോടുകൂടി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ VS ദിനൽ, മുൻ ചെയർമാൻ KR ജയതരൻ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൌൺസിലർ VM ജോണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, LC പോൾ, ON ജയദേവൻ, നഗരസഭാ സെക്രട്ടറി NK വൃജ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്ത് റെഡ് അലർട്ട്. ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി KSEB. ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണത്തിന് ചെലവഴിക്കേണ്ട ഫണ്ടിന്റെ പരിധി വർദ്ധിപ്പിക്കാത്തത് വിനയാകുന്നു. കൊടും ചൂടിലും സേവനങ്ങൾക്കായി എത്തുന്നവർക്ക് ദാഹമകറ്റാൻ കളക്ടറേറ്റിൽ സൗകര്യങ്ങളില്ല. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം. മുഖ്യമന്ത്രിയുമായി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് TA സുന്ദർമേനോൻ. ചേർപ്പ് മുത്തുളിയാലിൽ ജീപ്പും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ജീപ്പ് യാത്രക്കാരായ 2 പേർ മരിച്ചു. ബസ് യാത്രക്കാരായ 12 പേർക്ക് പരിക്ക്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണി അതിവേഗം പൂർത്തീകരിച്ച റെയിൽവേ 3 ദിവസത്തിനുള്ളിലാണ് 14 ഗർഡറുകൾ മാറ്റി പുതിയത് സ്ഥാപിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഡ്രൈവിംഗ് പരിഷ്കരണ ടെസ്റ്റിന് ഇളവുകളുമായി ഗതാഗത വകുപ്പ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.